ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പൈത്തൺ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെസ്റ്റഡ് ലൂപ്പ് എന്ന് വെച്ചാൽ സിംപ്ലി ഒരു ലൂപ്പിൻ്റെ ഇൻസൈഡിൽ വേറൊരു ലൂപ്പ്. നമ്മൾ വൈൽ ലൂപ്പ് പഠിച്ചല്ലേ, വൈൽ ലൂപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ ഒരു ലൂപ്പിൻ്റെ ഇൻസൈഡിൽ വേറൊരു ലൂപ്പ് വരുന്നത്, ഒരു ലൂപ്പിൻ്റെ കണ്ടന്റ് ആയിട്ട് വേറൊരു ലൂപ്പ് വരുന്നത് തന്നെ അതിനാണ് എന്ത് പറയുന്നത്, നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ആ ലൂപ്പ് ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഞാൻ ആ എക്സാമ്പിൾ ആദ്യം ഇവിടെ കോഡ് ആ പ്രോഗ്രാം ഞാൻ ആദ്യം ഇവിടെ എഴുതാം. ആദ്യം നമ്മുടെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇനീഷ്യലൈസേഷൻ അല്ലേ. ഇനീഷ്യലൈസേഷൻ ചെയ്യുന്നു വൈൽ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, ഒരു ഔട്ടർ ലൂപ്പും ഉണ്ടാവും, ഒരു ഇന്നർ ലൂപ്പും ഉണ്ടാവും. ജെ ഈക്വൽ ടു, അപ്പം ഐട്രേഷൻ ശ്രദ്ധിക്കണം, ഇത് എവിടെ വരണം, ഒരു ലൂപ്പിന്റെ ഇൻസൈഡിലല്ലേ വേറൊരു ലൂപ്പ് വരുന്നത്. സോ എന്താവണം, വൈൽ ലൂപ്പിന്റെ ഇൻസൈഡിൽ വേണം അടുത്ത ലൂപ്പ് വേരിയബിളും അടുത്ത ലൂപ്പും കൊടുക്കാൻ വേണ്ടിയിട്ട്. ജെ ഈക്വൽ ടു 1 വൈൽ എന്താ, നമുക്ക് ജെയുടെ വാല്യൂ ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഓക്കെ, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5, then print ജെനെ അപ്ഡേറ്റ് ചെയ്യാം. പുറത്ത് എന്ത് ചെയ്യണം, ഐ ഈക്വൽ ടു ഐ പ്ലസ് 1. ഓക്കെ, ഒറ്റ സെക്കൻഡ്. അപ്പോൾ എന്താണ്, അപ്പം ഇനി നമുക്കിത് ഡിസ്കസ് ചെയ്യാം. വാല്യൂ, ഇവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പം എങ്ങനെയാണ് ഇത് വരുന്നത്, ഐ ഈക്വൽ ടു 1. ഓക്കെ, ഐ ഈക്വൽ ടു 1. അപ്പം ഇതാണ് നമ്മുടെ ഇനീഷ്യലൈസേഷൻ ഓഫ് ദി ഔട്ടർ ലൂപ്പ്. ഐയുടെ വാല്യൂ 1 ആവുന്നു. ഇനി വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. ഓക്കെ, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ട്രൂ ആവുന്നു. ട്രൂ ആവുമ്പോൾ എന്ത് ചെയ്യുന്നു, കണ്ടന്റിലോട്ട് പോകുന്നു. ഓക്കെ, ബോഡി ഓഫ് ദി ലൂപ്പിലോട്ട് പോകുന്നു. ഇനി പ്രിന്റ് ഐ, നമ്മൾ ആ വാല്യൂ ഒന്ന് പ്രിന്റ് ചെയ്യുന്നു. ഐ വാല്യൂ എത്രയാണോ ആ വാല്യൂ ഒന്ന് ഇവിടെ പ്രിന്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വൈൽ ലൂപ്പിനകത്ത് പോയി നമ്മൾ ഇന്നർ ലൂപ്പിലോട്ടേക്ക് കടന്നു. ഇന്നർ ലൂപ്പിലോട്ട് കടക്കുമ്പോൾ എന്താണ്, ജെ ഈക്വൽ ടു 1. ജെയുടെ വാല്യൂ നമ്മൾ ഇന്നർ ലൂപ്പിൽ ഇനീഷ്യലൈസേഷൻ ചെയ്തു, ദാറ്റ് ഇസ് ജെ ഈക്വൽ ടു 1. ഇനി ജെയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആവുമ്പോൾ എന്ത് ചെയ്യണം, പ്രിന്റ് ഐ കൊമ ജെ. ഐ വാല്യൂയും ജെ വാല്യൂയും പ്രിന്റ് ചെയ്യുന്നു. ഇതിൽ ഓരോ ഇതും എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ പറയാം. അതായത് ഐയുടെ വാല്യൂ 1 ആവുന്നു, വൈൽ കണ്ടീഷനിലോട്ട് പോകുന്നു, ഐയുടെ വാല്യൂ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, ജെയുടെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നു. ജെയുടെ വാല്യൂ 1 ആവുന്നു, ജെയുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആവുന്നു, ട്രൂ ആവുന്നു, ഐ വാല്യൂയും ജെ വാല്യൂയും പ്രിന്റ് ആവുന്നു. ഇനി ജെ എന്താവുന്നു, ഇവിടെ അപ്ഡേറ്റ് ആവുന്നുണ്ട്. ജെയുടെ വാല്യൂ 1 പ്ലസ് 1 2. ഇനി ഈ 2 എവിടോട്ടേക്കാ പോവുക, ജെ ഈക്വൽ ടു 1ലോട്ടേക്ക് പോകും. അപ്പം ഒരു വട്ടം ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ആയി കഴിഞ്ഞാൽ എന്താണ്, നമ്മളിവിടെ ജെയുടെ വാല്യൂ ഇന്നർ ലൂപ്പിലെ ഇനീഷ്യലൈസേഷൻ, ഇന്നർ ലൂപ്പിലെ കണ്ടീഷൻ എത്ര കൊടുത്തേക്കുന്നത്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 അല്ലേ, 5 വരെ. അപ്പം 1 to 5 വരെ ഏത് ലൂപ്പ് എക്സിക്യൂട്ട് ആവും, ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. ഒരു വട്ടം ഔട്ടർ ലൂപ്പ് എക്സിക്യൂട്ട് ആയി, ഓക്കെ, ഉള്ളിലോട്ടേക്ക് വൈലില് കണ്ടീഷനിലോട്ട് പോയി, അത് ട്രൂ ആയി, ഇന്നർ ലൂപ്പിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഇന്നർ ലൂപ്പ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുന്നത് വരെ ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇവിടെ കണ്ടീഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. സോ 5 ടൈംസ് ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഇന്നർ ലൂപ്പിന്റെ കണ്ടീഷൻ ഫോൾസ് ആവുമ്പം എന്താവും, ഐ അപ്ഡേറ്റ് ചെയ്യും, ഐ അപ്ഡേഷനിലോട്ട് പോകും. ഇനി ആ ഐ എന്ത് ചെയ്യുന്നു, ഇവിടോട്ട് പോകുന്നു. ഇവിടെ ഐ ഈക്വൽ ടു 2 ആവുന്നു. ഓക്കെ, ആ 2 ഇങ്ങോട്ടേക്ക് പോകുന്നു. ഇനി എന്ത് ചെയ്യുന്നു, എഗെയിൻ വൈൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ട്രൂ ആവുന്നു. ഇനി എന്ത് ചെയ്യുന്നു, എഗെയിൻ ഇന്നർ ലൂപ്പിലോട്ട്, ആ ഐ ജസ്റ്റ് പ്രിന്റ് ചെയ്യുന്നു ഇവിടെ. ഇനി ഇന്നർ ലൂപ്പിലോട്ട് പോകുന്നു. ഓക്കെ, ഇന്നർ ലൂപ്പിലോട്ട് പോയി എന്ത് ചെയ്യുന്നു,
ഇനി ജെ ഈക്വൽ ടു അഗെയിൻ ജെ ഈക്വൽ ടു എന്താവും 1 ആവും. ഇനി 5 ടൈംസ് എന്ത് ചെയ്യുന്നു, ജെ വീണ്ടും ഇന്നർ ലൂപ്പ് വീണ്ടും എക്സിക്യൂട്ട് ആവുന്നു. പിന്നെ അത് സ്റ്റോപ്പ് ആയാൽ മാത്രം ഐ വീണ്ടും അപ്ഡേറ്റ് ആവുന്നു. ഇനി ആ അപ്ഡേറ്റ് ആയ 3 ഐ ഈക്വൽ ടു 3 ആവുന്നു. 3 വെച്ച് വൈൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ട്രൂ ആവുന്നു. ഇന്നർ ലൂപ്പ് അഗെയിൻ 5 ടൈംസ് എക്സിക്യൂട്ട് ആവും. സോ ഔട്ടർ ലൂപ്പ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നർ ലൂപ്പ് അഗെയിൻ 5 ടൈംസ് എക്സിക്യൂട്ട് ആവും. അതിനുശേഷം മാത്രമേ ഔട്ടർ ലൂപ്പ് അടുത്ത അപ്ഡേഷനിലോട്ട് പോവുള്ളൂ. അപ്പം ഞാനിവിടെ എന്താണ് ഇവിടെ ഇത്രയും ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ ഔട്ട്പുട്ട് വാല്യൂസ്. ആദ്യം നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. എന്താണ് ഔട്ട്പുട്ട് വരാത്തത്? എന്തോ ഒരു ലാഗ് ഉണ്ടല്ലോ. എന്തോ ഒരു ഓക്കെ വന്നിട്ടുണ്ടല്ലേ, നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വാല്യൂസ് വരുന്നത്. അതായത് ഐയുടെ വാല്യൂ 1 ആയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഐയുടെ വാല്യൂ 1 ആവുമ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട് വരിക. 1 ആവുമ്പോൾ തന്നെ ജെ എന്താവുന്നു, 1 ആവുന്നു, 2 ആവുന്നു, 3 ആവുന്നു, 4 ആവുന്നു, 5 ആവുന്നു. ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ആയി 2 ആവുന്നു. 2 ആവുന്ന സമയത്ത് ഐയുടെ വാല്യൂ 2 ആയിരിക്കും. ജെയുടെ വാല്യൂ ഓരോ തവണയും ജെ ഈക്വൽ ടു 1 ആവുന്നു, ജെ ലൂപ്പ് എക്സിക്യൂട്ട് ആവുന്നു, ജെയുടെ വാല്യൂ അപ്ഡേറ്റ് ആവുന്നു, പിന്നെ ജെ 2 ആവുന്നു, ജെയുടെ വാല്യൂ അപ്ഡേറ്റ് ആവുന്നു, 3 ആവുന്നു, ലൂപ്പ് എക്സിക്യൂട്ട് ആവുന്നു. അങ്ങനെ എന്താണ് ഇത്രയും തവണ എന്താവുന്നു, ലൂപ്പ് 5 തവണ എന്താവും, ലൂപ്പ് എക്സിക്യൂട്ട് ആവും. ജെയുടെ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. 5 തവണ ജെയുടെ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. അപ്പം നമുക്ക് മൊത്തത്തിൽ എത്ര ഔട്ട്പുട്ട് കിട്ടും? 5 ഐ വാല്യൂ ഉണ്ടെങ്കിൽ ആ 5 ഐ വാല്യൂവിനും എത്ര ഔട്ട്പുട്ട് കിട്ടും? 5 5 ഐ വാല്യൂവിനും വേണ്ടിയിട്ട് 5 തവണ ജെ ലൂപ്പ് റൺ ആവും. സോ 5 into 5 നമുക്ക് എത്ര ഔട്ട്പുട്ട് കിട്ടും? 25 ഔട്ട്പുട്ട്സ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓരോ തവണ ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ആവുമ്പോഴും ജെയുടെ ലൂപ്പ് 5 തവണ വീണ്ടും എക്സിക്യൂട്ട് ആയിക്കൊണ്ടിരിക്കും. ജെയുടെ വാല്യൂ ഒരു തവണ ഐയുടെ ലൂപ്പ് എക്സിക്യൂട്ട് ആവുന്നു, ആ സമയത്ത് ജെയുടെ വാല്യൂ 1 ആവുന്നു, 2 ആവുന്നു, 3 ആവുന്നു. ജെയുടെ ലൂപ്പ് 5 തവണ ഓരോ വട്ടവും അപ്ഡേറ്റ് ചെയ്ത് റൺ ആവുന്നു. എഗെയിൻ ഐയുടെ വാല്യൂ അത് സ്റ്റോപ്പ് ആവുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ആവുന്നത്. സോ നിങ്ങൾ സിമ്പിളായിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച ലോജിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഐ ലൂപ്പ് സെപ്പറേറ്റ് ലൂപ്പായിട്ടൊന്ന് നോക്കുക. ഐയുടെ വാല്യൂ എപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്? ജെ ലൂപ്പ് സ്റ്റോപ്പ് ആവുമ്പോൾ മാത്രം. സോ ജെ ലൂപ്പിന്റെ സെപ്പറേറ്റ് ഒന്ന് ജെ ലൂപ്പിന്റെ ലോജിക്ക് മാത്രം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തൊരു സിംഗിൾ ലൂപ്പ് പോലെ ജെ ലൂപ്പിനെ കാണാം. എന്നിട്ട് അത് എപ്പോഴാണോ സ്റ്റോപ്പ് ആവുന്നത് അപ്പോൾ അവിടെ വെച്ച് ഐയുടെ വാല്യൂ അപ്ഡേറ്റ് ആവും. എന്നിട്ട് വീണ്ടും ജെ ലൂപ്പ് എക്സിക്യൂട്ട് ആവും. ജെ ലൂപ്പ് വേരിയബിൾ ആയിട്ടുള്ള ലൂപ്പ് എക്സിക്യൂട്ട് ആവും. ഇന്നർ ലൂപ്പ് 5 തവണയും ഔട്ടർ ലൂപ്പ് ഓരോ തവണ അപ്ഡേറ്റ് ആവുമ്പോഴും ഇന്നർ ലൂപ്പ് 5 തവണ എക്സിക്യൂട്ട് ആവും. ടോട്ടൽ 25 ഔട്ട്പുട്ട് കിട്ടും. അപ്പം മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ ഒന്നും കൂടെ കണ്ടു നോക്കുക. മനസ്സിലാവും എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.